യാഗപീഠത്തെ പണിതു. യാഗപീഠത്തിനകത്ത് വിറകുകളെ അടുക്കി വെച്ചു. തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കൈകാലുകളെ കെട്ടി യാഗപീഠത്തിൻ്റെ മേൽ കിടത്തി. ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചിരുന്നു, അപ്പാ വിറകും കത്തിയും തീയുമൊക്കെ ഉണ്ടല്ലോ, യാഗമൃഗം എവിടെ? അബ്രഹാമിന് അവിടെയും പറയുവാൻ ഒറ്റ പദമേ ഉള്ളൂ, യാവേ ജൈറ, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് വിവിധ വിഷയങ്ങളെ നേരിടുന്ന, പ്രത്യേകിച്ച് ചില സാമ്പത്തിക വിഷയങ്ങളെ നേരിടുന്ന, ബിസിനസ്സിനകത്ത് തകർച്ചകൾ അനുഭവിക്കുന്ന, കടഭാരത്തിൻ്റെ ആ വലിയ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്ന, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മുമ്പിൽ അപ്പാ എന്നെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു, യാവേ ജൈറ, യഹോവ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. നിന്റെ ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി, ഇതാരോടുള്ള സന്ദേശമാണ്, നിന്റെ ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം കരുതിക്കൊള്ളും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാൻ വേണ്ടി ദൈവം കരുതിക്കൊള്ളും. നിന്റെ മകളുടെ